അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ പറയുന്നത് ഫാത്തിഹ് സലാത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് ശ്രേഷ്ഠത എന്നുള്ള ഒരുപാട് ശക്തിയേറിയ ഒരു സലാത്താണ് ഫാത്തിഹ് സലാത്ത്. ഒരുപാട് സലാത്തുകൾ നമുക്കറിയാം അല്ലേ, പക്ഷെ അതിൽ ഒരു പ്രത്യേക ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അല്ലെങ്കിൽ നടക്കൂല, നമ്മളെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ട അവസരമൊക്കെ ഉണ്ടാവും. അച്ഛനെ എന്ത് ഓതിട്ടും എന്ത് ചെയ്തിട്ടും എനിക്കത് നടക്കുന്നില്ലല്ലോ പഠിച്ചോനെ, നമ്മൾ എത്രയോ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ട് അല്ലേ. എന്നാൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. ഈ ഫാത്തിഹ് സലാത്ത് ചൊല്ലിയ ആർക്കും ഇതുവരെ ഒരു ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. അപ്പോൾ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ആങ്ങള അവർ ഗൾഫ് പോവുകയുണ്ടായി. അങ്ങനെ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് പൊന്നും കാര്യങ്ങളൊക്കെ പണ്ടം പണയപ്പെടുത്തി അവർ ഗൾഫ് പോയി. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ അവർ വിചാരിച്ച ഒരു പണിയല്ല അവർക്ക് കിട്ടിയത്. അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ പോയി ഉറക്കമില്ല, ഊണുമില്ല, ഭക്ഷണമില്ല, പണി തന്നെ വിചാരിക്കാത്ത കഷ്ടപ്പാട് അവർക്ക് കിട്ടി. അങ്ങനെ ആയിരുന്നു അയാൾക്ക് കുറച്ച് കാലം, ഒരു 1-2 മാസം പോലെ അവിടെ തുടർന്നിക്കണം. അങ്ങനെ അത് കഴിയുമ്പോൾ അയാൾക്ക് പിന്നെ മാനസികമായിട്ട് വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അസുഖങ്ങളും വരാൻ തുടങ്ങി. എന്ത് ചെയ്യും, ടെൻഷൻ തന്നെ അയാൾക്ക്. അങ്ങനെ ഇരിക്കെ സഹോദരൻ എൻ്റെ നമ്പർ കൊടുക്കുകയും അവരാങ്ങൾ എന്നെ വിളിക്കുകയുണ്ടായി. താത്ത, ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഇങ്ങനെ ഒന്ന് പെട്ടുപോയിക്കുന്നു, എന്താ ഇനി ചെയ്യാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് അവിടെ നിൽക്കുക. അത്രയും ബുദ്ധിമുട്ടിട്ടാണല്ലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് പോയത്. അള്ളാഹുവിൽ നല്ല പോലെ വിശ്വാസം അർപ്പിച്ച് ഫാത്തിഹ് സലാത്ത് മനസ്സിൽ നടക്കും എന്നൊരു ഉറപ്പ്, ഞാൻ കഴിച്ചിലാകും, എനിക്ക് വിചാരിച്ചതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഫാത്തിഹ് സലാത്ത് 33 തവണ ദിവസേന ഓതിയിട്ട് ദുആ ചെയ്തോ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരൂലെന്ന്. അങ്ങനെ ആയിക്കോട്ടെ താത്ത, ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നെ വിളിക്കണ്ടായി. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, താത്ത, വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഇപ്പം ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ താത്ത പറഞ്ഞ ഫാത്തിഹ് സലാത്ത് ഒരു ദിവസം പോലും ഞാൻ ഒഴിവാക്കാതെ 33 തവണ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരാളെ ഇവിടെ വെച്ച്, ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരാളെ പരിചയപ്പെടാൻ കാരണമായി. അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ അവിടുന്ന് കഴിച്ചിലാക്കി വേറൊരു കമ്പനിയിലേക്ക് എന്നെ മാറ്റി തന്ന്. അപ്പോൾ എനിക്കിപ്പോൾ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ, ഹയറായ ഒരു ജീവിതത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ ഇപ്പോൾ സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ വിശ്വാസമാണ് അള്ളാഹുവിൽ അർപ്പിച്ചത്. ഈ ഫാത്തിഹ് സലാത്ത് ചെല്ലിയ എനിക്ക് നേടുമെന്നുള്ള മനസ്സിൽ ആ ശക്തമായിട്ടുള്ള ആ ഉറപ്പ് വെച്ച് ചെല്ലിയതല്ലേ, അത് നടക്കുക ചെയ്യും. ജീവിതത്തിൽ ഒരിക്കലും ഈ സ്വലാത്തിന് ഈ കൈവിടണ്ടാന്ന്. ആയിക്കോട്ടെ താത്താന്നും പറഞ്ഞ് അവിടെ വെച്ച് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വ്യക്തി എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോഴും എന്നോട് പറയുന്നത്, എന്താ താത്ത, എനിക്ക് ഫാത്തിഹ് സലാത്തിൻ്റെ ശക്തി ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അറിയില്ലേനു. എനിക്ക് ഒരു വീടൊക്കെ നാട്ടിലായി കഴിഞ്ഞ് 2 വർഷം ഞാൻ നിന്നിട്ടുള്ള കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വീടി അൽഹംദുലില്ലാ അള്ളാഹു ഹൈറിനെ എനിക്ക് തന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമുക്ക് വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുവിലേക്ക് വിശ്വാസം അർപ്പിക്കുക. എന്ത് പ്രയാസം വന്നാലും എത്ര സങ്കടം വന്നാലും നമുക്ക് റബ്ബുണ്ട്. ആ റബ്ബ് തന്നെയാണ് എല്ലാം പരിഹരിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മൾ അള്ളാഹുക്ക് വേണ്ടിയുള്ള നിസ്കാരം അത് നിസ്കരിക്കുക. അപ്പോൾ ഈ സ്വലാത്തിന് എല്ലാവരും ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് കാര്യം നടക്കാൻ അത് മതി. ഒരു ജോലിയുടെ കാര്യമാണെങ്കിൽ തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് കിട്ടും. ഇനി ഒരു വീടില്ലാത്തവർക്കാണെങ്കിൽ അത്, ഇനി മക്കളെ പഠിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, മക്കളെ കല്യാണം നടക്കാത്തതാണെങ്കിൽ അങ്ങനെ. ഇൻഷാ അല്ലാ ഈ ഒരു ഫാത്തിഹ് സലാത്ത് എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലിയെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഫലമുള്ള കാര്യമാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും ജീവിതം ഹൈറാക്കി തരുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.